ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് എൻ്റെ ഫ്രീ ഡേയിൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചിക്കൻ മജ്ബൂസാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഓയിലും ബട്ടറും ഒഴിച്ചിട്ട് ഉണക്കമുന്തിരി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് അതിലോട്ട് ഉള്ളി ഇട്ടു. ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത്. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ കൊള്ളാമെന്നുള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളിയിലോട്ട് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യണം. ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്, കുരുമുളക്, ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. പിന്നെ തക്കാളി ഇടണം. ഞാനിത് ഗ്ലാസ്സിൽ ഉടച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ബ്ലെൻഡർ ഉപയോഗിക്കുക. എൻ്റെ കയ്യിൽ ബ്ലെൻഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് പൊടികളെല്ലാം ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് നാരങ്ങയുടെ തൊലിയാണ് ഇടുന്നത്. എനിക്കിവിടെ ഉണക്കനാരങ്ങ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നാരങ്ങയുടെ തൊലി ആഡ് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ചിക്കൻ ഒരു വെള്ള കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. അത് തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇത് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചാൽ അപ്പോഴേക്കും ചിക്കനും വേവും, മസാലയെല്ലാം പിടിക്കും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചിക്കൻ മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഗ്രേവി അളന്ന് നോക്കുക. നമ്മുടെ റൈസ് എന്തോരം ഉണ്ടോ അതിനനുസരിച്ചുള്ള ഗ്രേവി ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് ഇപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും ചിക്കൻ വെന്തതാണ്, പിന്നെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മൊരിച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും മസാലകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ചിക്കൻ മസാലയും ഗരം മസാലയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ റൈസ് വെന്ത് വരുമ്പോൾ ഈ ചിക്കൻ റൈസിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് മല്ലിയിലയും പാകിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അടച്ചു വെക്കുക. അത് ചിക്കൻ മജ്ബൂസ് റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.